നമസ്കാരം സർ. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ജൂതവിരുദ്ധത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അമേരിക്ക ശക്തമായ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ രഞ്ജിനി ശ്രീനിവാസനെ കണ്ടു. രഞ്ജിനി സ്വമേധയാ അവിടെ നിന്ന് മടങ്ങിയതാണെന്ന് മനസ്സിലായി. വീസ റദ്ദാക്കുകയും ചെയ്തു അമേരിക്ക. അപ്പോൾ ബദർ ഖാൻ സൂരി എന്ന ഗവേഷക വിദ്യാർത്ഥിക്ക് നേരെയും അത്തരത്തിലൊരു നിലപാട് ആ രാജ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ആ തീരുമാനം അമേരിക്കയിലെ തന്നെ ഒരു കോടതി തടഞ്ഞിരിക്കുകയാണ്. രഞ്ജിനി ശ്രീനിവാസന് ഇല്ലാത്ത ഇമ്മ്യൂണിറ്റി ബദർ ഖാൻ സൂരിക്ക് കിട്ടിയത് എങ്ങനെയാണ്? നമുക്കത് എങ്ങനെ നോക്കിക്കാണാം? ഒന്ന്, ഒരാളുടെ പേര് രഞ്ജിനി ശ്രീനിവാസൻ എന്ന്, മറ്റേയാളുടെ പേര് ബദർ ഖാൻ സൂരി എന്ന്. മൈ നെയിം ഈസ് ഖാൻ, അത് തന്നെ അയാൾക്ക് കിട്ടിയ ആനുകൂല്യം. ശരിക്കു പറഞ്ഞാല് രഞ്ജിനി ശ്രീനിവാസനും ബദർ ഖാൻ സൂരിയും വളരെ സമാനതകളുള്ള രണ്ട് വ്യക്തികളാണ്. രണ്ടുപേരും ഇന്ത്യൻ വംശജര്. രണ്ടുപേരും അമേരിക്കയിലെ പ്രശസ്തമായ രണ്ട് സർവകലാശാലകൾ. രഞ്ജിനി PhD ചെയ്യുന്നു, ബദർ ഖാൻ സൂരി പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ് നടത്തുന്നു. രഞ്ജിനി ശ്രീനിവാസൻ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ ബദർ ഖാൻ സൂരി ജോർജ് ടൗൺ കോളേജിൽ. ഇതാണ് ഇവർ തമ്മിലുള്ള സാമ്യം. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ബദർ ഖാൻ സൂരി അയാൾ ഒരു വലിയ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. രഞ്ജിനി ശ്രീനിവാസനെ പോലെ ഉള്ള വ്യക്തികൾ അവർ വെറും ആദർശത്താൽ, അല്ലെങ്കിൽ അവരെ ഇതെന്തോ ഒരു വലിയ സംഭവമാണ്, പാലസ്തീൻ ജനത പീഡിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് നേരെ ഇസ്രായേൽ കടന്നാക്രമണം നടത്തുന്നു, അവരുടെ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങൾ ചവിട്ടി മെതിക്കുന്നു എന്നിങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ, അത് നമ്മുടെ ഇടത് നിയോ റാഡിക്കൽ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുന്ന ചില, അവരുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്ന ചില ചിന്തകളാണ്. അതിന്റെ പേരിലാണ് അവര് ഈ പാവങ്ങളൊക്കെ ഇതിലേക്ക് എടുത്തു ചാടുന്നത്. പിന്നീട് എടുത്തു ചാടി കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഇതിന്റെ എല്ലാ തരത്തിലുമുള്ള പ്രത്യാഘാതങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് അവർ ഓട്ടമാണ്. ശരിക്കും രഞ്ജിനി ശ്രീനിവാസനെ പറ്റി പറയുമ്പോൾ അവർ എയർപോർട്ടിൽ ഒരു വലിയ ബാഗും വലിച്ചുകൊണ്ട് ഓടുന്ന ഒരു ദൃശ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. അതായത് പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടില്ല. അവരെ സഹായിക്കാൻ ഒരു മനുഷ്യരും ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സ്വയം അങ്ങ് എക്സിറ്റ് ആവുമായിരുന്നു. അതായത് അറസ്റ്റിന് മുമ്പ് തന്നെ അവർ ഓടിപ്പോയി. നോക്കണേ അവരുടെ ഒരു ഗതികേട്, പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ അവരെ എയർപോർട്ടിൽ എത്തിയപ്പോൾ കണ്ടത്. ആ വിഷ്വൽ ലോകം മുഴുവൻ കണ്ടിട്ട് ആൾക്കാർ അവരെ ഒരു പരിഹാസപാത്രവും കൂടിയായി. കാരണം ഇങ്ങനെ പ്രത്യാഘാതങ്ങളെ നേരിടാനുള്ള ധൈര്യമില്ലാത്ത ഒരാൾ ഇതിലേക്കൊന്നും എടുത്തു ചാടരുതല്ലോ. ഇവിടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോഴേ തന്നെ ഓടിപ്പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്കാണ് അവർ ചെന്നെത്തിയത്. പക്ഷെ ബദർ ഖാൻ സൂരിയെ നോക്കുക. ബദർ ഖാൻ സൂരി അവരുടെ ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ്. ആ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി റാഡിക്കൽ ഗ്രൂപ്പുകളുടെ ഒരു അംഗമാണ് അയാൾ. അയാളുടെ ഭാര്യ മുൻ പലസ്തീൻ വംശജയാണ്. അവർ അൽ ജസീറയുടെ മുൻ പത്രപ്രവർത്തകയാണ്. അവരുടെ ഭാര്യ പിതാവ് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉപദേശകനാണ്. വിപുലമായ ബന്ധങ്ങളുള്ള വ്യക്തിയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെയുള്ള സർക്കാരിന്റെ നീക്കങ്ങൾ അവർ നേരിടും. അങ്ങനെയാണ് അയാൾ അമേരിക്കയിൽ കോടതിയിൽ പോകുന്നതും വിർജീനിയയിലെ സ്റ്റേറ്റ് കോടതി അയാളെ പുറത്താക്കുന്നത് തൽക്കാലം സ്റ്റേ ചെയ്തതും. അപ്പോൾ മാത്രമല്ല, ഇതിനിടയ്ക്ക് അമേരിക്കയിലെ സിവിൽ ലിബർട്ടീസ് ഓർഗനൈസേഷൻസ് ഒക്കെ ഖാന് വേണ്ടി രംഗത്ത് വന്നു. പണ്ട് ഖാൻ, മൈ നെയിം ഈസ് ഖാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയല്ലോ. അപ്പൊ ഖാനെതിരെ വിവേചനം മാത്രമല്ല, ഖാൻമാർക്ക് ഇങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ഖാൻമാർ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. അതുകൂടെ നമ്മൾ പറയണം. അപ്പം എന്തുകൊണ്ടാണ് മൈ നെയിം ഈസ് ഖാൻ എന്ന് പറയുമ്പോൾ അതിന്റെ പല പല അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നുള്ളത് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പക്ഷേ ഒരു ന്യായം അതിന് കൂടെ കൂട്ടിച്ചേർത്തുന്ന ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്നായിരുന്നു. അല്ല, ഇവിടെ ആരാണ് ടെററിസ്റ്റ് ആണെന്ന് ചിലര് സ്വയം പറയും ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ഇവിടെ ഇപ്പോ ഹമാസ് എന്ന സംഘടന ടെറർ ഗ്രൂപ്പ് അല്ല. ഇപ്പോഴും ഇന്ത്യയിലല്ല. ഇപ്പോഴും ഇന്ത്യ സർക്കാർ ഹമാസിനെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല. ഇസ്രായേലൊക്കെ ഇപ്പോഴും ഇന്ത്യയോട് ഇത് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അധികം താമസിയാതെ ഹമാസ് ഇന്ത്യയിലും ടെറർ ഓർഗനൈസേഷനായി മാറുമെന്നാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഹമാസ് കാശ്മീരിലെ വിഘടനവാദികൾ, അതായത് കാശ്മീർ തീവ്രവാദികൾക്കൊപ്പം കാശ്മീർ സോളിഡാരിറ്റി ദിവസം
പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ആചരിച്ചപ്പോൾ അവിടെ ഹമാസിന്റെ ടെഹ്റാനിലെ പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഹമാസ് ഈ വെറും ഒരു പാലസ്തീൻ ജനതയുടെ നേഷൻഹുഡ് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സംഘടനയൊന്നുമല്ല. അവർ ആഗോളതലത്തിൽ തീവ്രവാദ ഗ്രൂപ്പുകളോടൊപ്പം നിൽക്കുന്ന, ശരിയ ഭരണം ലോകത്തെമ്പാടും കൊണ്ടുവരാനുള്ള, ഖാലിഫൈറ്റ് ലോകത്തെമ്പാടും കൊണ്ടുവരാൻ നിരന്തരം പരിശ്രമിക്കുന്ന ഒരു വിഭാഗമാണ്. ഹമാസിന് മുൻപ് നിരോധിത സംഘടനയായ സിമിയായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ഹമാസിന്റെ പ്രേരണയാലാണ് സിമി 1989 യാസർ അറാഫത്ത് 1991 യാസർ അറാഫത്ത് ഡൽഹിയിൽ വന്നപ്പോൾ യാസർ അറാഫത്തിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തിയ സംഘടനയാണ് സിമി. അത് ഹമാസിന്റെ പ്രേരണയാലാണ് 1998 ലക്നൌവിൽ വെച്ച് ഒരു സിമിയുടെ സമ്മേളനം നടന്നപ്പോൾ ഹമാസ് നേതാക്കൾ അതിനെ ടെലിഫോൺ വഴി അഡ്രസ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഹമാസിന്റെ ഒരു സ്പിരിച്വൽ ലീഡർ പോലെ ഉണ്ടായിരുന്ന യാസീൻ, അയാളുടെ മുഴുവൻ പേര് ഞാൻ മറന്നുപോയി, അയാളാണ് അന്ന് ടെലിഫോണിക്കായിട്ട് ഇവരെ അഡ്രസ് ചെയ്തത്. അപ്പോൾ ഹമാസിന്, ഇന്ത്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഹമാസിന് വളരെ കൃത്യമായ റോൾ ഉണ്ടായിരുന്നു. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഹമാസിനെ ഒരു ഐഡിയൽ ഓർഗനൈസേഷൻ ആയിട്ടാണ് അവരൊന്നും കണ്ടിരുന്നത്. ഒരു ഭാഗത്ത് ഭരണവും മറുഭാഗത്ത് ജിഹാദും ഒരേപോലെ നടത്തുന്ന ഹമാസിനെ പോലുള്ള സംഘടനകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആദർശ പരിവേഷം ഉണ്ടായിരുന്നു ഹമാസിന്, പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ഇടയ്ക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ഈ രഞ്ജിനിക്കും ബദർഖാനും സംഭവിച്ചത്, രണ്ടുപേരും അമേരിക്കയിലായിരുന്നു, രണ്ടുപേരും അവിടെ ഹമാസിന് വേണ്ടി അനുകൂലമായിട്ട് സംസാരിച്ചു. രഞ്ജിനി സത്യം പറഞ്ഞാൽ അതിന് എന്തോ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തു എന്നുള്ളതേ ഉള്ളൂ. രഞ്ജിനി അങ്ങനെ വളരെ കാര്യമായിട്ടൊന്നും ഇവർക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെട്ടില്ല. പക്ഷേ ബദർഖാൻ ആവട്ടെ പല രീതിയിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷെ അയാൾക്ക് വേണ്ടി കോടതിയിൽ പോകാൻ ആളുണ്ടായി. എനിക്ക് ഇതിനകത്തിൽ തോന്നിയിട്ടുള്ളത്, ഇത്തരം ആശയങ്ങളാൽ പ്രചോദിതമായിട്ട് ഇതിന്റെ ഒരു മാനുഷിക വശവോ അല്ലെങ്കിൽ ഇതിന്റെ ഏകപക്ഷീയമായിട്ട് ഉള്ള ചില വിവരണങ്ങൾ കേട്ടിട്ട്, നാരറ്റീവ്സ് കേട്ടിട്ട് എടുത്തുചാടി പോകുന്ന നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അവരൊക്കെ ഓർക്കേണ്ടത് ഈ രണ്ട് വ്യക്തികളെയാണ്. രഞ്ജിനിയെ ആരോർക്കും? രഞ്ജിനിയെ ആര് പേടിക്കും? ആരും പേടിക്കത്തില്ല. പക്ഷേ ബദർഖാന് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ബദർഖാൻ അങ്ങനൊന്നും അമേരിക്കയിൽ നിന്ന് ഒരു പോരാട്ടം കൂടാതൊന്നും ബദർഖാൻ വെളിയിലോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അത്തരം ആൾക്കാരുടെ വലയിൽ ചെന്ന് വീഴുന്ന മറ്റുള്ളവർ ആൾക്കാരെയാണ് അവരെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഒരു സംഭവം ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയില് വളരെ കർശനമായ നിയമങ്ങളുണ്ട് ജൂതന്മാർക്കെതിരെ സമൂഹത്തിൽ വിരോധം ഉണ്ടാക്കുന്നതിനും അവർക്കെതിരെ പ്രചരണം നടത്തുന്നതിനും ഒക്കെ അതിനെതിരെ വളരെ ശക്തമായ നിയമങ്ങൾ അമേരിക്കയിലുണ്ട്. അത് മാത്രവുമല്ല, ഹമാസ് എന്ന് പറയുന്ന അമേരിക്ക ഒരു ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംഘടനയാണ്. അത് ഡെസിഗ്നേറ്റഡ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ഇത് ഓർത്തിട്ട് വേണം ഇത്തരം പ്രവർത്തനങ്ങളിൽ പോകേണ്ടത്. ഇവരെയൊക്കെ പല വിദ്യാഭ്യാസ ലോണുകളാവട്ടെ, പല സ്കോളർഷിപ്പുകളാവട്ടെ, ഇതൊക്കെ നേടിയെടുത്ത് അവരുടെ ഒരു ജന്മത്തെ ആഗ്രഹത്തിന് ആണല്ലോ അവർ അമേരിക്കയിൽ പോകുന്നത്. അവിടെ ചെന്നിട്ട് ആ എയർപോർട്ടിലേക്കുള്ള ആ ഒരു ഓട്ടം നമ്മുടെ നാട്ടിലെ ഓരോ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് അവർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ആ പെട്ടിയും വലിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടം, എന്തൊരു ഓട്ടമാണിത്! കാരണം അവർ പേടിക്കും, അവർ മാനസികമായിട്ട് എനിക്ക് തോന്നുന്നു തകർന്നു പോയിരിക്കണം ഒരു അന്യനാട്ടിൽ വെച്ച്. ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ലോകത്തിൽ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നിങ്ങൾ ഒരു ചെറിയ വിഭാഗം ആൾക്കാരുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്, ബ്രെയിൻ വാഷിങ്ങിന് വിധേയമായിട്ട് ഇത്തരം പ്രവർത്തികളിലേക്കൊക്കെ എടുത്തിയാടിയാൽ അനന്തരഫലം വളരെ 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 ഭയാനകമായിരിക്കും. ആരും സഹായിക്കാൻ കാണില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.